തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. സ്നേഹമുള്ളവരെ, ഒരിക്കൽ ഒരു അധ്യാപകൻ തൻ്റെ ഒരു അനുഭവം ഇങ്ങനെ എഴുതി. അദ്ദേഹത്തിൻ്റെ ഗുരുവായിരുന്ന സാഹിത്യകാരനും പണ്ഡിതനുമായ KP അപ്പൻ മലയാള സാഹിത്യത്തിലെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിരൂപകനാണ്. തൻ്റെ അധ്യാപകന് ഈ മനുഷ്യനൊരു കത്തെഴുതി, സർ, ഒടുവിൽ ഞാനും ഒരു ടീച്ചറായി, എനിക്കും BEd എടുക്കാൻ കഴിഞ്ഞു, ഞാൻ അധ്യാപനത്തിനായിട്ട് വരുന്ന ദിവസങ്ങളൊന്നിൽ പോവുകയാണ്, അങ്ങയുടെ അനുഗ്രഹം വേണം, പ്രാർത്ഥന വേണം. ഈ പണ്ഡിതനായ ഗുരു തൻ്റെ ശിഷ്യന് ഒരു മറുപടി കത്ത് അയച്ചത്രേ. ആ കത്തിലെ ഒരു പ്രശസ്തമായ വാചകം ഇങ്ങനെയായിരുന്നു: ക്ലാസ് മുറിയിൽ കുഞ്ഞുങ്ങൾക്ക് ദൈവമായി മാറുക. ക്ലാസ് മുറിയിൽ കുഞ്ഞുങ്ങൾക്ക് ദൈവമായി മാറുക. തീർച്ചയായും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ഡോക്ടറോ ഒരു നേഴ്സോ ഒരു ടീച്ചറോ ഒരമ്മയോ എന്തുമാവട്ടെ, നമുക്കൊക്കെ മറ്റുള്ളവർക്ക് മുമ്പിൽ, കുഞ്ഞുങ്ങൾക്ക് മുമ്പിൽ ഒരു ദൈവമായി മാറാൻ ഒരു വിളിയുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെയായി മാറുന്നുണ്ടോ എന്ന് നമുക്ക് ഒന്ന് ആത്മപരിശോധന ചെയ്യാം. അധ്യാപകൻ ക്ലാസ് മുറിയിലേക്കല്ല, വിദ്യാർത്ഥിയുടെ ഹൃദയത്തിലേക്കാണ് പ്രവേശിക്കുന്നതെന്ന് ഒരു വലിയ മനുഷ്യൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഡോക്ടർ എന്ന് പറയുന്ന ആൾ, അദ്ദേഹം തൻ്റെ ആതുരാലയത്തിൽ ഒരു രോഗിയെ സ്പർശിക്കുമ്പോൾ, ഒരു രോഗിയെ കേൾക്കുമ്പോൾ തീർച്ചയായും രോഗിക്ക് മുമ്പിൽ ദൈവമായി മാറുകയാണ് ഈ ഡോക്ടർ. അതുപോലെ അമ്മ ദൈവമായി മാറുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കും അങ്ങനെ ഒരു ദൈവവിളിയുണ്ട്, മറ്റുള്ളവർക്ക് ദൈവമായി മാറാൻ, അവരുടെ വേദനകളിലും സങ്കടങ്ങളിലും കടന്നു ചെല്ലാൻ. പലപ്പോഴും ഒത്തിരി സങ്കടപ്പെട്ടിരിക്കുന്ന മനുഷ്യർക്ക് ആശ്വാസത്തിൻ്റെ ഒരു ചെറു വാക്കെങ്കിലും പങ്കുവെക്കുന്നവർ, ഒരു ചെറു തലോടലായി കടന്നു പോകുന്നവർ, അവരെല്ലാം അവർക്ക് ദൈവമായി മാറുന്നവരാണ്. നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം, എൻ്റെ തൊഴിലിടങ്ങളിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ കുഞ്ഞുങ്ങളോടുള്ള, എൻ്റെ സഹപ്രവർത്തകരോടുള്ള ഇടപെടലുകളിൽ ദൈവമേ, എനിക്കും നല്ലൊരു മനുഷ്യനായി, വ്യക്തിയായി, അങ്ങയെപ്പോലെ സ്നേഹിക്കുന്ന ഒരു ഹൃദയത്തിനുടമയായി മാറാൻ കൃപയും വരവും നൽകണമേ. ആമേൻ.